വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിസ്ചാർജ് വേഴ്സസ് അക്വിറ്റൽ. ഈ രണ്ട് ടേംസ് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, അതെയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണോ എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസ്ചാർജ് അക്വിറ്റൽ എന്ന് പറയുന്ന ഈ രണ്ട് ടേമും നമ്മുടെ ക്രിമിനൽ ലോയുടെ കീഴിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഗൽ ടേംസ് ആണ്. നമുക്ക് കേൾക്കുമ്പോൾ ഇത് രണ്ടും ഒന്നല്ലേ, ഡിസ്ചാർജ് അത് അക്വിറ്റൽ തന്നെയാണ്, അല്ലെങ്കിൽ അക്വിറ്റൽ ഡിസ്ചാർജ് തന്നെയാണല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഈ രണ്ട് ലീഗൽ ടേമിനും ട്രയലിൻ്റെ അകത്ത് രണ്ട് ഡിഫറെൻറ്റ് പർപ്പസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്വയറിയുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഒരു ട്രയൽ നടക്കുന്നതിന്റെ ഇടയ്ക്കോ ആണ് ഡിസ്ചാർജ് ഹാപ്പൻ ചെയ്യുന്നത്. ഈ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മജിസ്ട്രേറ്റിന് തോന്നുകയാണ് അവിടെ ഒരു പ്രൈമ ഫേസി കേസ് ഇല്ല, അല്ലെങ്കിൽ അക്യൂസ്ഡിന് എതിരെയായിട്ട് മതിയായ തെളിവുകളില്ല എന്ന് തോന്നുകയാണെങ്കിലാണ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ കേസ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുക എന്നതിന്റെ അർത്ഥം നമ്മുടെ അക്യൂസ്ഡ് കുറ്റം ചെയ്തു അല്ലെങ്കിൽ കുറ്റം ചെയ്തില്ല, ഇന്നസെന്റ് ആണ് എന്ന് തീരുമാനിക്കുന്നില്ല ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്തു എന്നതുകൊണ്ട്. ഓക്കെ, ഡിസ്ചാർജ് ചെയ്യുന്ന അക്യൂസിനെതിരെ മതിയായ തെളിവുകളില്ല, അതുകൊണ്ട് തന്നെ അക്യൂസ്ഡിനെ ഡിസ്ചാർജ് ചെയ്തു, അല്ലെ കേസ് ഡിസ്ചാർജ് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഫ്രഷ് ആൻഡ് ബെറ്റർ എവിഡൻസുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലീഗൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ അർത്ഥം ആ സെയിം ഒഫൻസിന്റെ പേരിൽ പിന്നെ ഒരു ഫർദർ പ്രൊസീഡിങ് വരാൻ പാടില്ല എന്നല്ല. പുതിയ ഫ്രഷ് എവിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് എന്താണ് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫർദർ പ്രൊസീഡിങ്സ് ലീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യു ആർ ഫ്രീ ഫോർ നൗ ബട്ട് വി മൈറ്റ് ബി ബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേന് ആ അക്യൂസ്ഡ് രക്ഷപ്പെട്ടു, പക്ഷെ പുതിയ എവിഡൻസ് ഉണ്ടെങ്കിൽ വി മൈറ്റ് ബി ബാക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അക്വിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രയലിന്റെ എൻഡിലാണ് സംഭവിക്കുന്നത്. അക്വിറ്റൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അക്യൂസ്ഡിനെ വെറുതെ വിടുന്നു എന്നാണ് അക്വിറ്റൽ. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനെ വെറുതെ വിടുന്നു. അപ്പോഴെന്താണ് നമ്മുടെ പ്രോസിക്യൂഷൻ ഭാഗം എന്താണ് അക്യൂസ്ഡ് തെറ്റ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാൻ ഫെയിൽ ആകുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മജിസ്ട്രേറ്റ് ആണെങ്കിൽ ഓർഡർ ഓഫ് അക്വിറ്റൽ പാസ് ചെയ്യുന്നത്. ഈ ഓർഡർ ഓഫ് അക്വിറ്റലിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അക്യൂസ്ഡ് തെറ്റ് ചെയ്തിട്ടില്ല, ഇന്നസെന്റ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഈ ഓർഡർ ഓഫ് അക്വിറ്റൽ കൊണ്ട്. ഈ ഓർഡർ ഓഫ് അക്വിറ്റൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സെയിം ഒഫൻസിന്റെ പേരിൽ ഒരു സെക്കൻഡ് ട്രയൽ പറ്റത്തില്ല, അതവിടെ ബാൺ ആണ്. ഈവൻ ദോ പുതിയ ഒരു എവിഡൻസ് അപ്പിയർ ചെയ്താൽ പോലും ഒരു സെക്കൻഡ് ട്രയൽ പറ്റത്തില്ല. പക്ഷെ ഡിസ്ചാർജിന്റെ സ്ഥാനത്തോ പുതിയ ഫ്രഷ് എവിഡൻസ് വെച്ചിട്ട് നമുക്ക് ആ സെയിം ഒഫൻസിന്റെ പേരിൽ ഫർദർ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ഓർഡർ ഓഫ് അക്വിറ്റൽ വന്നതിന് ശേഷം ഒരു സെക്കൻഡ് ട്രയൽ സാധിക്കത്തില്ല. As per section 337 of BNS 2023, once a person is acquitted by a competent court, they cannot be tried again for the same offense. സെക്ഷൻ 337 ഓഫ് BNS പ്രകാരം ഒരിക്കൽ നമ്മുടെ ഒരു കോമ്പിറ്റന്റ് കോർട്ട് ഒരു വ്യക്തിയെ അക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് ട്രയല് ബാർഡ് ആണെന്നാണ് പറയുന്നത്. ആ സെയിം ഒഫൻസിന്റെ ബേസിസിൽ ഒരു സെക്കൻഡ് ട്രയൽ പറ്റത്തില്ല. അക്വിറ്റൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആണ്, നോ ഡബിൾ ജിയോപാഡി. ഒരു ക്വിക്ക് റീകാപ്പ് നോക്കാം. ഡിസ്ചാർജ് നടക്കുന്ന ട്രയലിന്റെ സമയത്തോ അല്ലെങ്കിൽ ഇൻക്വയറിയുടെ സമയത്തോ ആയിരിക്കും. അക്വിറ്റൽ എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ ട്രയലിന്റെ കൺക്ലൂഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് സമയത്താണ് സംഭവിക്കുന്നത്. ഈ ഡിസ്ചാർജ് ചെയ്യുന്ന എന്തിന്റെ ബേസിസിലാണ്? പ്രൈമ ഫേസി കേസ് ഇല്ല അല്ലെങ്കിൽ സഫിഷ്യന്റ് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അക്വിറ്റലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അക്യൂസ്ഡിന്റെ ഗിൽറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ ആണെങ്കിൽ മതിയായ തെളിവുകൾ പ്രസന്റ് ചെയ്തില്ല, ഇൻസഫിഷ്യന്റ് എവിഡൻസ് ഉള്ളപ്പോഴാണ് ഓർഡർ ഓഫ് അക്വിറ്റൽ പാസ് ചെയ്യുന്നത്. നമ്മുടെ ഓർഡർ ഓഫ് ഡിസ്ചാർജ് മജിസ്ട്രേറ്റ് പാസ് ചെയ്തു എന്നതിന്റെ അർത്ഥം ആ അക്യൂസ്ഡിന്റെ ഗിൽറ്റോ ഇന്നസെന്റോ ഡിറ്റർമൈൻ ചെയ്തു എന്നുള്ളതല്ല. അക്വിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂസ്ഡിന്റെ ഇന്നസെൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓർഡർ ഓഫ് ഡിസ്ചാർജ് പാസ് ചെയ്ത് കഴിഞ്ഞാലും പുതിയ ഒരു എവിഡൻസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ആ ഫർദർ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ അക്വിറ്റലിന്റെ കേസിലോ ഇവിടെ ഒരു സെക്കൻഡ് ട്രയൽ ഓൺ ദ ബേസിസ് ഓഫ് സെയിം ഒഫൻസ് പറ്റത്തില്ല എന്നാണ് നമ്മുടെ അക്വിറ്റലിനകത്ത് പറയുന്നത്. അപ്പം സിമ്പിൾ ആണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ ലീഗൽ കൺസെപ്റ്റിന് വേണ്ടിയും BNS റിലേറ്റഡ് ടോപ്പിക്സിന് വേണ്ടിയും ലെക്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.